പ്രണാമം അമ്മ. കഴിഞ്ഞ വീഡിയോയിലൂടെ ഒത്തിരി അറിവ് ലഭിച്ചു. അതായത് സിദ്ധരും ഈശ്വരനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ആദ്യമായി അറിയാൻ കഴിഞ്ഞു. അറിയില്ലായിരുന്നു ഇതുവരെ, പലർക്കും അത് അറിയില്ലമ്മേ. പക്ഷേ ഈ സിദ്ധന്മാരെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞപ്പം ഒരു സംശയം, പഴനിയിൽ പോയ വഴി അവിടെ ഒരു സിദ്ധർ ഉണ്ട് എന്നറിഞ്ഞിരുന്നു. അത് ഭോഗർ സ്വാമിയാണെന്നും അദ്ദേഹത്തെ പറ്റി കുറച്ചുകൂടി അറിയുവാൻ ഇഷ്ടപ്പെടുന്നു. വളരെ സന്തോഷം സ്മിത. ഇപ്പോഴീ ഗ്രീൻ മെഡിൻ്റെ ഡയറക്ടർ എന്നുള്ള നിലയ്ക്കും ഡോക്ടർ എന്നുള്ള നിലയ്ക്കും അമ്മോട് ഈ ചോദ്യം ചോദിച്ചുകൊണ്ട് ഒരുപാട് പേർക്ക് ഇതിനൊരു മറുപടി നിന്നോട് പറയുന്ന മറുപടി എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടാണ്. വൈദ്യം പഠിക്കുന്നവർക്കും മെഡിസിൻ പ്രാക്ടീസ് ചെയ്യുന്നവർക്കും മോഡേൺ മെഡിസിൻ്റെ ആൾക്കാർക്കും ഹോമിയോക്കാർക്കും പിന്നെ സിദ്ധ കോളേജ് ഉണ്ടല്ലോ നമുക്ക് കേരളത്തിൽ ഒത്തിരി, ആ സിദ്ധ ഡോക്ടർമാർക്ക് എല്ലാവർക്കും നിങ്ങൾ ഒരു കാര്യം വിചാരിക്കണം, എന്ത് കാര്യവും അത് നമുക്ക് ആ അറിവ് തരുന്ന ഗുരുവിൻ്റെ അനുഗ്രഹം ഇല്ലെങ്കിൽ പൂർണ്ണമായിട്ട് ഫലിക്കത്തില്ല അല്ലേ. പല സ്ഥാപനങ്ങളും നടത്തിയിട്ട് പൊട്ടിപ്പോകുന്നു. അതിൻ്റെ കാരണം എന്താ? ഈ അക്കാഡമിക് ക്വാളിഫിക്കേഷൻ വെച്ചിട്ടും അക്കാഡമിക് എബിലിറ്റി വെച്ചിട്ടും മാത്രം നമുക്ക് വിജയിക്കാമെന്ന് വിചാരിച്ചാൽ തെറ്റാണത്. ഇപ്പം ആയുർവേദവും സിദ്ധവേദവും എന്നൊക്കെ പറയുന്ന ഒന്ന് തന്നെയാണ്. സിദ്ധ പുരുഷന്മാരാണ് ഇങ്ങോട്ട് തന്നിരിക്കുന്നത്. ഇപ്പം ഭോഗരുടെ കാര്യം എന്നോട് ചോദിച്ചല്ലോ, വളരെ കുറച്ച് എനിക്കിപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ പറയാനൊക്കെ ഉള്ളൂ. പക്ഷേ ഞാനിപ്പോൾ മാർച്ച് 27 പരമ്പരയിൽപ്പെട്ടവരെ ഓച്ചിറ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ പരമ്പരയിൽപ്പെട്ടവരെല്ലാം എന്ന് വെച്ചാൽ അല്പമെങ്കിലും ജ്ഞാനവും ഗുരുത്വവും ഉള്ളവരാണ്. നമ്മൾ മാർച്ച് 27 രാവിലെ 8 മണിക്ക് ആ സംഗമം തുടങ്ങും. അവിടെ സാധാരണ ഒരു യോഗമൊന്നും അല്ലിത്. നിങ്ങൾക്ക് നല്ല ഒരു സ്വാതന്ത്ര്യം അവിടെ തരാം ഞാൻ. അത് ഉണ്ടിക്കാവെന്ന് പറയുന്ന ആ പൊസിഷനിലാണ്, ആ ചെറിയ ഓഡിറ്റോറിയമാണ് അമ്മ ബുക്ക് ചെയ്തിരിക്കുന്നത്. ഭഗവാൻ പ്രഭാകര സിദ്ധിയോഗിയുടെ 762ാമത് ജന്മദിനത്തിൻ്റെ തലേ ദിവസം അവിടെ നമുക്ക് അത്യാവശ്യം നിങ്ങൾക്ക് ഉള്ള റിഫ്രഷ്മെൻറ്റ് വെള്ളമോ ആഹാരമോ ഒക്കെ തരുന്നുണ്ട്. അതിലൊക്കെ ഉപരി നിങ്ങൾക്ക് സ്വാതന്ത്ര്യമായിട്ട് വന്ന് അവിടെ ഇരിക്കണമെങ്കിൽ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യണം. നമുക്കറിയാനൊക്കെ ഇപ്പം ഒരു മഹാസംഭവം നടക്കുമ്പം ആൾക്കാർ വരും, പക്ഷെ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ ചെറിയ ഓഡിറ്റോറിയമാണ്, നമുക്കതിനകത്ത് ഉൾക്കൊള്ളാൻ പറ്റില്ല. അപ്പോൾ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്ത് താല്പര്യത്തോടു കൂടി വന്ന് രജിസ്റ്റർ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് വളരെ നമുക്ക് സുരക്ഷിതമായിട്ട് ഈ പരമ്പരയിൽ വരുന്ന ഡോക്ടർമാരുമായിട്ടും സന്യാസിമാരുമായിട്ടും നമുക്ക് സന്യാസിയല്ല പരമ്പരയിലെ സിദ്ധർ പരമ്പരയിൽപ്പെട്ടവരുമായിട്ട് സംവാദം ചെയ്യാൻ പറ്റും. അപ്പോൾ അതിരിക്കട്ടെ, പറഞ്ഞല്ലോ നിങ്ങൾ പറയും ഞങ്ങൾ പഴനി പോയിട്ടുള്ളവരാണ് മുരുകൻ്റെ ആളോ. ശരി, നിങ്ങളെ ഈ മുരുകനെ, പഴനി മുരുകനെ, ദണ്ഡായുധ പണിയെ ആരാണ് പ്രതിഷ്ഠിച്ചതെന്ന് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ? ഇല്ല. അവിടെ ചെന്നാൽ തന്നെ പറ്റില്ല, നമുക്ക് തിരിച്ച് പെട്ടെന്ന് പോകുമല്ലോ, 1 മിനിറ്റ് കിട്ടും. നവഭാഷാണം എന്ന് പറഞ്ഞ ഒരു കൂട്ടുണ്ട്. അത് സിദ്ധവേദത്തിലെ വളരെ രഹസ്യമായ ഒരു കൂട്ടാണത്. കോമ്പിനേഷനാണ് കുറേ പാഷാണങ്ങളുടെ. ആ നവപാഷാണം വെച്ച് ഭോഗർ സിദ്ധറെ തയ്യാറാക്കി എടുത്തതാണ് ഈ മുരുക പ്രതിമ, ദണ്ഡായുധ പണിയുടെ പ്രതിമ. ആ കഥയിലേക്ക് ഞാൻ കടക്കുന്നില്ല, വളരെ ചരിത്രം അതിൻ്റെ പിന്നിലുണ്ട്. സാധാരണ ഒരു മുരുകൻ്റെ വേഷത്തിലല്ല അദ്ദേഹം അവിടെ നിൽക്കുന്നത്. ഇങ്ങനെ കാൽസായൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഉടുപ്പൊക്കെ ഇട്ടിട്ട് നിൽക്കുന്നത്. സാധാരണ മുരുകൻ മേൽവസ്ത്രാദിയൊന്നും ധരിച്ചിട്ടുള്ള ഭഗവാനെ നമ്മൾ കാണുന്നത്, വേലും വെച്ചിട്ട്. ദണ്ഡായുധ പണിയായിട്ട് നിൽക്കുന്ന ആ മുരുകനെ അഭിഷേകം ചെയ്ത്, ആ അഭിഷേകം പാലഭിഷേകമല്ലേ ഇവിടെ പറയുന്നത്, പഴനിമല മുരുകന് പാലഭിഷേകമല്ലേ, ആ ഔഷധം തന്നെയാണത്. ഈ നവപാഷാണത്തിൻ്റെ മുകളിലൂടെ ഒഴുകി വരുന്ന ആ പാല് എടുത്ത് കുടിക്കുകയാണെങ്കിൽ കുടൽ പുണ്ണ്, അപസ്മാരം, അങ്ങനെ വിവിധങ്ങളായ തീരാവ്യാധികൾ മാറുന്നത് കൊണ്ടാണ് ഇന്നും മറ്റാഹാരം കഴിക്കാതെ പഴനിയിലേക്ക് പോകുന്നത് വ്രതനിഷ്ഠയോടുകൂടിയാണ്. പോയി ചെന്ന് പാലഭിഷേകം ചെയ്യിച്ച് അദ്ദേഹത്തിൻ്റെ പഞ്ചാമൃതം ഇത് വാങ്ങി കഴിക്കുന്നത്. ഇതിൻ്റെ തന്ത്രി എന്ന് നമ്മൾ സാധാരണ കേരളത്തിൽ അത് പറയാം. പക്ഷേ സിദ്ധമഹാപുരുഷന്മാരുടെ തന്ത്രികളെന്നൊന്നും വിളിക്കാൻ ഞാൻ തയ്യാറല്ല, എനിക്ക് പേടിയാണ്. ആ പ്രതിഷ്ഠ മുരുകനെ ജീവനോടുകൂടി അവിടെ വെച്ചിരിക്കുകയാണ്. ആ മുരുകന് ജീവനുണ്ട്. ഭോഗർസിദ്ധറാണ്. ഈ ഭോഗർസിദ്ധരുടെ ചരിത്രം പരിശോധിച്ചാൽ ഒരു അലക്ക് തൊഴിൽ ചെയ്യുന്ന കുടുംബം ചൈനയിലുണ്ടായിരുന്നു. ആ അലക്ക് തൊഴിൽ ചെയ്യുന്ന കുടുംബത്തിലാണ് ഭോഗർസിദ്ധർ ജനിച്ചത്. നോക്കണേ, നമ്മളുടെയൊക്കെ ഓരോ ധാരണ പിശകുകളും നമ്മുടെയൊക്കെ ഓരോ അറിവില്ലായ്മകളും ഇതൊക്കെ ഈ സിദ്ധ പരമ്പരയുടെ ചരിത്രം പഠിക്കുമ്പോൾ ശൂന്യമായി പോവുകയാണ്. നമ്മളാരും ഒന്നും മനസ്സിലാക്കിയിട്ടില്ല.
കേരളം ഒന്നും മനസ്സിലാക്കിയിട്ടില്ല. അവിടെ ഈ കുട്ടിയെ അമ്മ പ്രസവിച്ചിട്ട് അവിടെ തന്നെ, ഈ അലക്ക് തൊഴിലാളി സ്ത്രീ ചൈനക്കാരി പ്രസവിച്ചിട്ട് തന്നെ ഇത് മന്ത്രങ്ങൾ ഉച്ചരിച്ചെന്നാണ്. പിന്നെ അവിടെ ഓരോ ജ്ഞാനോപദേശം തുടങ്ങുക കുഞ്ഞു ശബ്ദത്തിൽ. അമ്മ പേടിച്ചു പോയിട്ട് അയ്യോ എന്നൊക്കെ പറഞ്ഞു പോയി. അപ്പോഴാ അമ്മയോട് ബോഗർ സിത്തർ പ്രസവിച്ച ഉടനെ പറഞ്ഞെന്ന്, ഞാൻ നിങ്ങളുടെ പുത്രനായിട്ട് വന്നേ ഉള്ളൂ, ഇവിടം വിട്ടു പോകും, ലോകം മുഴുവനും ചുറ്റി സഞ്ചരിക്കാൻ ജനിച്ചിരിക്കുന്നു, നിങ്ങളിലൂടെ വന്നേ ഉള്ളൂ, ഞാനൊരു സിദ്ധരുടെ ആത്മാവാന്നാണ് പറഞ്ഞത്. അദ്ദേഹത്തിനെ ബോയാങ് എന്നാണ് അവിടെ പറഞ്ഞിരുന്നത്, ചൈനയിൽ ബോയാങ്. അദ്ദേഹത്തിനെ വാഓസിയു എന്ന പേരിലും ചൈനയിൽ അറിയപ്പെടുന്നുണ്ട് ഒരു സിദ്ധരായിട്ട്. എങ്ങനെ ഇവിടെ കേരളത്തിന് കിട്ടിയെന്ന് പറഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യൻ പുലിപ്പാണി സിദ്ധറുണ്ട്. ഇദ്ദേഹത്തെ കാലം കുറച്ചുകൂടെ കട്ടയാണ്, കുറച്ചുകൂടെ കേമനാണ്. ഇദ്ദേഹത്തിൻ്റെ സിദ്ധികളൊക്കെ ചൈനയിൽ വെച്ച് പോയി എന്നൊക്കെ പറയുന്നുണ്ട്. ഈ തിരുമൂലരാണ് ഇദ്ദേഹത്തെ പിടിച്ച് അങ്ങോട്ട് ചൈനയിലേക്ക് വിടുന്നത്. തിരുമൂലരുടെ ശിഷ്യൻ തന്നെയാണ് ആയിട്ടാണ് ബോഗർ അറിയപ്പെടുന്നത്. നീ ചൈനയിൽ പോയി പ്രവർത്തിക്കാൻ പറഞ്ഞു. ഇവിടെ ഇരുന്നതാ ഈ ചതുരഗിരിയിലെ, നമ്മുടെ തമിഴ്നാട്ടിലിരുന്നതാ, തായ്നാടെന്നാണ് അവരിത് പറയുന്നത്. ചതുരഗിരി, അതേമാതിരി പൊതികമല, അഗസ്ത്യരിയ്ക്കുന്ന ബോധമല എന്നുള്ളതാണ് പൊതികമല. പിന്നെ നമുക്ക് അഗസ്ത്യാർ കൂടെ ഉണ്ട്, മരുത്വാമലയുണ്ട്. മൊത്തം സിദ്ധന്മാരും തമിഴ്നാട്ടിലുണ്ട്. അവിടുത്തെ ഏത് പ്രധാനപ്പെട്ട ഗിരി ശൃംഗങ്ങളിലോ അല്ലെങ്കിൽ ആ മലകളിലോ ആരെങ്കിലും ഇല്ലാത്തവരില്ല, ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്, തപസ്സനുഷ്ഠിക്കുന്നുണ്ട്. അപ്പോൾ അവിടുന്ന് തിരുമൂലരാണ് ഇദ്ദേഹത്തിനെ പറഞ്ഞ് ചൈനയിലേക്ക് വിട്ടത്. അവിടെ പോയി അദ്ദേഹത്തിൻ്റെ സിദ്ധികളൊക്കെ കുറേ പോയി. അപ്പോഴാണ് ഉപദേശിച്ച് കൊടുക്കുമല്ലോ ഇവരെല്ലാം. അതാ സിദ്ധർക്ക് പരമ്പര എന്ന് പറയുന്നത്. അതാ നമ്മുടെ കയ്യിലൊരു സാധനമുണ്ട്, നമ്മളത് ആരും അറിയാതെ വെച്ചിരിക്കുകയല്ലേ ചെയ്യുന്നത്. നമ്മൾ മഹാത്മാക്കൾ എന്താ ചെയ്യുന്നത്, ഒരു ശിഷ്യർക്ക് കൊടുക്കും. ഇപ്പം അമ്മ തന്നെ ഒരു ഗൃഹസ്ഥാശ്രമിയായിരുന്ന സമയത്താണ് പ്രഭാകര സിദ്ധിയോഗിയുടെ ഉപദേശം കിട്ടുന്നത്. അദ്ദേഹം എനിക്കിത് തന്നില്ലെങ്കിൽ ഞാൻ എങ്ങനെ, എൻ്റെ ക്വാളിഫിക്കേഷൻ കൊണ്ടോ എൻ്റെ കഴിവ് കൊണ്ടോ അല്ല, എൻ്റെ ഗുരുവിൻ്റെ ഔദാര്യം കൊണ്ടും ഈശ്വരകാരുണ്യം കൊണ്ടും എൻ്റെ മാതാപിതാക്കൾ ചെയ്ത പുണ്യം കൊണ്ടുമായിരിക്കും ഈ അവധൂതൻ, 700 വർഷം ജീവിച്ചിരുന്ന അവധൂതൻ ഇതൊക്കെ എനിക്ക് പറഞ്ഞു തന്നത്. പിന്നെ സാഹചര്യങ്ങൾ കിട്ടിയത് നടക്കാനും കണ്ടുപിടിക്കാനും ബന്ധപ്പെടാനും ഒക്കെ സാഹചര്യങ്ങൾ ഇങ്ങനെ വന്നു ചേർന്നുകൊണ്ടിരിക്കുക പരമ്പരയുടെ. അതെല്ലാം ഗുരുക്കന്മാർ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോഴാണ്. ഞാനും ഇത് പറഞ്ഞു തരാൻ തയ്യാറാണ്. പക്ഷേ അത്രയ്ക്കും സത്യസന്ധതയോടുകൂടി ആരെങ്കിലും വന്ന് അടുക്കുമ്പോൾ മാത്രമേ മനുഷ്യന് ഉപകാരമായിട്ട് ഞാനിത് ചെയ്യാമെന്നുള്ള വിശ്വസനീയമായിട്ടുള്ള ആളുകളെ ഇതുവരെ കിട്ടിയിട്ടില്ല എനിക്ക്, ഉള്ള പറയാമല്ലോ. ഇനി ആരെങ്കിലും വരുമായിരിക്കും. അപ്പോൾ എൻ്റെ ഗുരു പറഞ്ഞു തന്നിരിക്കുന്ന അനേകം രഹസ്യ തത്വങ്ങളും ആഗമങ്ങളും ഞാൻ പറഞ്ഞു കൊടുക്കും. മരുന്നുകളുണ്ട്, അദ്ദേഹം തന്ന പ്രഭാകര സിദ്ധിയോഗി തന്ന താളിയോലകളുണ്ട്. ആ താളിയോലകൾ പ്രയോഗിക്കുന്നുണ്ട്. അതാണ് സ്മിത ഞാൻ ഈ ആയുർവേദത്തിൻ്റെ പ്രൊമോട്ടറായത്. വാസ്തവത്തിൽ ഞാൻ ഈ ഫീൽഡ് അല്ലായിരുന്നു, ഞാൻ വൈദ്യുതി ബോർഡിൽ ജോലി നോക്കിയതാണ്. പക്ഷേ ഈ മഹാഗുരുവിൻ്റെ പരമ്പരയെ വന്ന് അദ്ദേഹം പറഞ്ഞു തന്നു, അത് പ്രയോഗിച്ച് നോക്കുന്നുണ്ട്. അതുകൊണ്ടാണ് 10-25 വർഷമായിട്ട് ഞാൻ ഇത് തയ്യാറാക്കി പരിശോധിച്ചുകൊണ്ടാണ്. അപ്പോഴതുകൊണ്ട് പരമ്പരയ്ക്ക് കൊടുത്തു. ഇവിടെ പുലിപ്പാണിക്ക് കൊടുത്തുകൊണ്ട് പുലിപ്പാണി ചൈനയിൽ പോയി കൊണ്ടുവന്നു, ബോഗർ സിത്തറെ കൊണ്ടുവന്നിട്ട്. ആ ബോഗർ സിത്തറാണ് ഈ പഴനി മുരുകൻ്റെ ബിംബം പണിത്. 2 ബിംബം ഉണ്ടെന്ന് പറയുന്നു, ഒരെണ്ണം ഒളിച്ച് വെച്ചിട്ട് ഒരെണ്ണമാണ് അവിടെ പ്രതിഷ്ഠിച്ചതെന്ന് പറയുന്നു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഞാൻ പറയുന്നത് വിശ്വസിക്കണമെന്ന് ഞാൻ നിർബന്ധിക്കത്തില്ല, അടിച്ചേൽപ്പിക്കത്തുമില്ല. എനിക്കൊരു പണിയുണ്ട്. നിങ്ങളാരും ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുന്നില്ല, അഭിപ്രായവും പറയുന്നില്ല, നിങ്ങളാരും മൈൻഡ് ചെയ്യുന്നില്ല, ഞാനങ്ങ് ഉണ്ടായിരുന്നേക്കും, അത്രയ്ക്കേ ഉള്ളൂ, വേറെ കാര്യമൊന്നും ഇതിലില്ല. ഇനി നിങ്ങൾക്ക് ഈ വിഷയം താല്പര്യം വരുന്നു, നിങ്ങൾ കേട്ടിട്ടില്ലാത്തതാണെങ്കിൽ ശരി, നിങ്ങൾക്കും കുടുംബത്തിനും പ്രയോജനമുള്ളതാണ്. നമ്മുടെ അടുത്ത തലമുറയ്ക്ക് നല്ല ആരോഗ്യമുള്ള തലമുറയെ വാർത്തെടുക്കണം. നല്ല സമൃദ്ധിയുള്ള ഐശ്വര്യമുള്ള സമൃദ്ധമായ ഭാരതമാണ് നമുക്ക് വേണ്ടത്. കേരളം അതിന് അങ്ങേപ്പുറം പോകണം. ഈ കടവും ദുരിതവും ലോണും എന്നൊക്കെ പറയുമ്പോൾ നമ്മളങ്ങ് ബോറടിക്കുക. എന്താ ഇത് കേൾക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടാണ് കേരളത്തിലെ സമൂഹത്തിന്. അത് മാറ്റിത്തരാനുള്ള കാര്യമാണ് പറയുന്നത്. ഋഷി പരമ്പര ഇവിടെയുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതും പറഞ്ഞുതരാം. തലയിൽ 3ാമതൊരാളിനെ കുറിച്ച് പറയാം, തലയിലെടുത്ത് മാറ്റുന്ന സിദ്ധര്, അഗസ്ത്യരുടെ കാര്യം പറയുമ്പം പറയാം. ഇപ്പോൾ ബോഗരെക്കുറിച്ച് അറിയേ. നിങ്ങൾ പഴനി പോകുമ്പോൾ താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ, ഭഗവാനെ തൊഴുത് ഇറങ്ങിക്കഴിഞ്ഞാൽ, നമ്മൾ അങ്ങോട്ട് പടി ഇറങ്ങിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ ബോഗർ സമാധിയിലേക്ക് പോകാൻ പറ്റും. ഇത്ര ശാന്തതയുള്ള സമാധിയില്ല, ഇത്ര ഗംഭീരതയുള്ള ഒരു സമാധിയില്ല. ചെറിയൊരു ഇടനാഴിയിലൂടെയാണ് ജനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അവിടെ ഉന്തോ തള്ളോ വഴക്കോ ഒന്നുമില്ല. ശാന്തമായിട്ട് വലം വെച്ച് എന്തെങ്കിലും പ്രസാദം വാങ്ങി ഇറങ്ങി മാനമായിട്ട് വരുമ്പം 18 സിദ്ധറുകളും അവിടെ ഇരിപ്പുണ്ട്.
അപ്പോൾ ഈ ബോഗർ എന്തെങ്കിലും തന്നിട്ടുണ്ടോ എന്ന് നോക്കാം നമുക്ക്. ഭോഗർ അഷ്ടാംഗ യോഗം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ആയുർവേദക്കാർ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഭോഗർ വൈദ്യമുണ്ട്, ഭോഗർ പൂജാവിധിയുണ്ട്, ഭോഗർ നിഘണ്ടുണ്ട്, ഭോഗർ വൈദ്യസൂത്രമുണ്ട്. ഭോഗർ 700 എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഈ ഭോഗർ സിദ്ധരെക്കുറിച്ച് സൗഭാഗ്യ സാഗരം എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ അഗസ്ത്യമുനി രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇവരൊക്കെ തമ്മിൽ അടുത്ത എന്താ പറയുന്ന ബന്ധമാണ്. ഇപ്പം നമ്മളൊരു പരമ്പരയിൽ ഋഷിയായാൽ വേറെ ഋഷിയെക്കുറിച്ച് നമ്മുടെ പുസ്തകത്തിൽ പരാമർശിക്കത്തില്ല. നമ്മളാണ് വലുതെന്ന് പറഞ്ഞിരിക്കുക. അതാണ് കേരളത്തിൻ്റെ ഒരവസ്ഥ. എന്നാൽ എൻ്റെ കാലഘട്ടത്തിൽ ഇന്ന മുനി ജീവിച്ചിരുന്നു, ഇന്ന മഹർഷി ജീവിച്ചിരുന്നു എന്ന് ആരും പറയുന്നില്ല. കേരളം എന്താണ് ഇപ്പോഴും രക്ഷപ്പെടാതെ കിടക്കുന്നത്? ഈ പരസ്പരമുള്ള ഈഗോ. ഇവിടെ അങ്ങനല്ല. അഗസ്ത്യമുനി ഇന്നും ചിരഞ്ജീവിയായിരിക്കുന്ന പ്രധാന മുനിയാണ് സൗഭാഗ്യസാഗരം എന്ന് പറയുന്ന പുസ്തകത്തിൽ. ഭോഗരുടെ ഇനി ഒത്തിരി ഉണ്ട്. ഞാൻ ഈ 4-5 എടുത്തന്നേ ഉള്ളൂ, എല്ലാം കൂടെ പറയാതെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പെരിയജ്ഞാനകോ എന്ന് പറഞ്ഞ ഗ്രന്ഥം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അത് തമിഴ്നാട്ടിലെ ലൈബ്രറിയിലുണ്ട്. അവിടെയും ഇതിനെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. ഇവരെയൊക്കെ കുറിച്ച് പെരിയജ്ഞാനകോവൈ പരാമർശിച്ചിട്ടുണ്ട്. ഇപ്പോഴേ നമുക്കിതെടുക്കാം. ഭോഗർ അഷ്ടാംഗയോഗം അടിച്ചു നോക്കിയാൽ കിട്ടും. മനസ്സിലായില്ലേ? അപ്പോൾ അവിടുന്ന് അദ്ദേഹത്തിനെ പോയി നമസ്കരിക്കണം ഇത് നമ്മൾ ഇവിടെ പോകുമ്പോൾ, പഴനി പോകുമ്പോൾ. ഈ ഭോഗർ ചിരഞ്ജീവിയാണ്. ഭോഗരുടെ ഗുരു കാലാങ്കിനാഥറാണ്. അദ്ദേഹം സമാധിയിരിക്കുന്നത് ചൈനയിലാണ്. ചൈനയെന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു അലർജിയാണ്. ഇപ്പം കാണുന്ന ഒന്നുമല്ല ആദ്യത്തെ ചൈന. അപ്പോൾ ഈ കാലാങ്കിനാഥരെ കാണാൻ കൂടെ ഭോഗർ സിദ്ധർ ചൈനയിൽ പോകും. അവിടെ ചെല്ലുമ്പോൾ ഈ സമാധിയുടെ പടിഞ്ഞാറ് വശത്ത് പോയി ഒന്ന് തൊഴുമെന്നാണ് പറയുന്നത്. പെട്ടെന്ന് സമാധി തുറക്കും. എന്നിട്ട് ഒരു വലിയ പ്രകാശരൂപിയായ ഒരു ചൈതന്യവാനായി അദ്ദേഹത്തിൻ്റെ ഗുരു പ്രത്യക്ഷപ്പെടും, ഈ കാലാങ്കി. അപ്പോഴിങ്ങനെ ചെണ്ടമേളങ്ങൾ, ദേവവാദ്യങ്ങളൊക്കെ അവിടെ മുഴങ്ങുമെന്നാണ് എഴുതി വച്ചിരിക്കുന്നത് ആ പുസ്തകത്തിൽ. നമസ്കരിക്കും, തമ്മി കാണും, എന്തെങ്കിലും ഒന്ന് നിർദ്ദേശിക്കും, അതുപോലെ ഭോഗർ മടങ്ങും. ചതുരഗിരിയിലാണ് കൂടുതൽ സമയം ഭോഗർ സ്വാമി കഴിച്ചു കൂട്ടിയത്. ഇപ്പോഴും ചതുരഗിരിയാണ് അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന് സാന്നിധ്യ സ്ഥലം. ഇപ്പം ഇയാളെ സിദ്ധി ഇരുത്തിയില്ല, ഇയാളെ സമാധി ഇരുത്തിയില്ല എന്നൊക്കെ നമ്മുടെ അല്പജ്ഞാനം വെച്ച് ചോദിക്കാം. ഇവർക്കൊന്നും സമാധി ഒരു പ്രശ്നമല്ല. എന്തിന്? പ്രഭാകര സിദ്ധിയോഗി 13 സമാധി നടത്തിയ സ്ഥലങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. തമിഴ്നാട്ടിലുണ്ട്, ആന്ധ്രയിലുണ്ട്, കർണാടകയിലുണ്ട്. എല്ലാവരും പുലിപ്പാറ മലയെന്ന് പറയുന്ന പത്തനംതിട്ട പോകുന്നുണ്ട്. അവിടെയെങ്ങും അവരാരും ഇരിക്കില്ല. ഓരോ ബോഡി അവിടെ ഇരിക്കും. അവരുടെ ചൈതന്യം, അവരുടെ ആത്മാവ് അപ്പോഴേ തന്നെ മാറി. അവർ ചിരഞ്ജീവികളാണ്. നിങ്ങൾക്കത് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. മനുഷ്യ ശരീരത്തിന് ഇത്രയും കാലാവധിയുള്ളതെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇത്രയും വലിയ ആളാണ് ഭോഗർ സ്വാമി. അപ്പോൾ ഭോഗരെ നമുക്ക് ധ്യാനിക്കാം. ഭോഗരെക്കുറിച്ച് ചിന്തിക്കുന്നതിന് നമുക്ക് ബ്രെയിനിന് നല്ല ന്യൂറോൺസൊക്കെ ഡെവലപ്ഡ് ആകും. നമ്മൾ പറയില്ലേ, ആത്മവിശ്വാസം തകർന്ന് അയാൾ ആത്മഹത്യ ചെയ്തു. ഇതൊക്കെ ഇപ്പോൾ കേൾക്കുന്ന സാധാരണ വാചകങ്ങൾ. ഞാൻ പറയുന്നതൊക്കെ അപൂർവമായ അമൃതവചനങ്ങളാണ്. അതൊന്നും കേൾക്കാൻ ഇല്ലല്ലോ. അങ്ങനെ ആത്മവിശ്വാസം തകരത്തില്ല. ആത്മാവിൽ വിശ്വാസമുള്ളവരെന്ന് പറയുന്നത് ഗുരുപരമ്പരയെ വിശ്വസിക്കുന്നവരാണ്. അവരവരുടേതായ കഴിവുകളിൽ പോലും ആർക്കും വിശ്വാസമില്ല. ഇപ്പം എനിക്കൊരു കലയിൽ കഴിവുണ്ട്, അല്ലെങ്കിൽ എനിക്കൊരു പെയിൻറ്റിങ് ചെയ്യാനുള്ള കഴിവുണ്ട്, അല്ലെങ്കിൽ ഒരു ശില്പം തീർക്കാനുള്ള കഴിവ്. എൻ്റെ ആ കഴിവിൽ എനിക്ക് വിശ്വാസം വേണം. അതുപോലും ആധുനിക മനുഷ്യർക്കില്ല. ആത്മവിശ്വാസം എന്ന് പറയുന്ന ആത്മാവിനെ വിശ്വസിക്കുന്ന അതാർക്കും ഇല്ല. ആത്മവിശ്വാസം തകരത്തുമില്ല. നമ്മുടെ കഴിവുകളിൽ കോൺഫിഡൻ്റ് ആണോ എന്നാണ് നോക്കുന്നത്. ഒരു ഇൻ്റർവ്യൂവിന് പോയാലും ആ കോൺഫിഡൻ്റ് ആകണമെങ്കിൽ ലോകം കുറേ കൂടി മനസ്സിലാക്കണം ഈ ചരിത്രം. നിങ്ങൾ ഈ ഗുരു പരമ്പരയുടെ, ഋഷി പരമ്പരയുടെ, സിദ്ധ പരമ്പരയെക്കുറിച്ച് കേൾക്ക്. നിങ്ങൾ ആ സംഗമം നടക്കുമ്പോൾ വെറുതെ അവിടേക്ക് വാ. അവിടെ വേറെ ഒന്നുമില്ല. അവിടെ സ്വാഗതമില്ല, അവിടെ ഓരോരുത്തരുടെയും പുകഴ്ത്തുന്നില്ല, ഒന്നുമില്ല. ഇവരൊക്കെ ആരാണെന്ന് നമ്മളവിടെ എഴുതിയിടും. നമ്മൾ സോവനീർ ഇറക്കും, ഇല്ലെങ്കിൽ നമ്മൾ അവരുടെ ബയോഡേറ്റ അവിടെ എഴുതിയിടും, അല്ലെ കാണിക്കും. നിങ്ങൾക്ക് ധൈര്യമായിട്ട് പരമ്പരയിൽപ്പെട്ടവരുമായിട്ട് സംവാദം ചെയ്യാം. എല്ലാവരും വരെ എത്താമെന്ന് എനിക്ക് നിവൃത്തിയില്ല.
ഇനി ഞാനീ പറയുന്നത് ഈ പരമ്പരകൾക്ക് സിദ്ധന്മാർക്ക് ഇഷ്ടപ്പെട്ടിട്ട് അവരുടെ ആ പരമ്പരയിൽ ആരെയെങ്കിലും ഒക്കെ കുറച്ച് പേരെ വിട്ടാലും ഭാഗ്യമെന്ന് വേണം പറയാൻ, ഒരാളിനെ വിട്ടാലും ഭാഗ്യമെന്ന് വേണം പറയാൻ. കാര്യം ചിരഞ്ജീവികളാണ് അവർ. അപ്പോൾ തീർച്ചയായിട്ടും ഇവരെല്ലാം ശൈവ ആഗമക്കാർ, ശിവപരമ്പരയാണ്. അപ്പോൾ സ്മിത, ഞാൻ ഭോഗരെക്കുറിച്ച് പറഞ്ഞു, ഒരുവിധം മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി അതുപോലെ നമുക്ക് നാവിന് വഴങ്ങുന്ന ചെവിക്ക് കേട്ടിട്ടുള്ള അടുത്ത സിദ്ധർകളെക്കുറിച്ച് ഞാൻ പറയാം. അഗസ്ത്യരാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്.